ഇനി നമ്മൾ പറയുന്നത് പൾസിൻ്റെ ഒരു ബിഹേവിയറാണ്. എന്താ പറയുക, ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഫോർമുലേഷൻ ABCD. അതായത് അനാക്രോട്ടിക് പൾസ് കാണുന്നത് നമ്മൾ അയോട്ടിക് സ്റ്റിനോസിസിലാണ്. A for A. ഓക്കെ. ഈ അനാക്രോട്ടിക് പൾസ് അയോട്ടിക് സ്റ്റിനോസിസ് കാണുന്ന പൾസിന് വേറൊരു പേര് കൂടിയുണ്ട്. പൾസസ് പാർവസ് എട്ടാഡസ് എന്ന് പറയും. അടുത്തതായിട്ട് ബി ബിസ്ഫെരിയൻസ്. HOCMൽ കാണുന്ന പൾസിന് ബിസ്ഫെരിയൻസ് ആണ്. ഓക്കെ, B for B. C for C കൊളാപ്സിങ് പൾസ്. ഇതിൽ അയോട്ടിക് റിഗർജിറ്റേഷനിലാണ് കൊളാപ്സിങ് പൾസ് കാണും. ഓക്കെ. D for D and D ഡൈക്രോട്ടിക് പൾസ് കാണുന്നത് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതിയിലാണ്. അപ്പോൾ ABCD നോക്കുമ്പോൾ A for അനാക്രോട്ടിക് അയോട്ടിക് സ്റ്റിനോസിസ്, B for ബിസ്ഫെരിയൻസ് HOCM, C for collapsing pulse aortic regurgitation, D for dichrotic dilated cardiomyopathy. ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മിട്രൽ റിഗർഗിറ്റേഷനെ പറ്റി, ഒരു വാൽവുലാർ ഹാർട്ട് ഡിസീസിൽ വരുന്ന മിട്രൽ റിഗർഗിറ്റേഷനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്. മിട്രൽ റിഗർഗിറ്റേഷനിൽ S1 സോഫ്റ്റ് ആയിരിക്കും, പാൻസിസ്റ്റോളിക് മർമർ ഉണ്ടാവും, വൈറ്റ് വേരിയബിൾ S2 ഉണ്ടാവുക. എക്സ്റേയിൽ നമുക്ക് ഡബിൾ ഏട്രിയൽ ഷാഡോ കാണാൻ പറ്റും ബിക്കോസ് ഓഫ് ലെഫ്റ്റ് ഏട്രിയൽ എൻലാർജ്മെൻറ്റ്. ഓക്കെ. ട്രീറ്റ്മെൻറ്റ് മിട്രൽ റിഗർഗിറ്റേഷനിൽ ഇനീഷ്യലി ഫ്യൂറസമൈഡ്, ഡയൂററ്റിക്, സോഡിയം നൈട്രോപ്രൊസൈഡ് ഒക്കെയാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് വാൽവ് റിപ്പയർ ആണ്. ഈ മിട്രൽ റിഗർഗിറ്റേഷനാണ് മോസ്റ്റ് കോമൺ ഇൻ പ്രഗ്നൻസി. മിട്രൽ റിഗർഗിറ്റേഷൻ കാണാൻ സാധിക്കും. Thank you.